ആഹാ, ഇവിടെ വെച്ചാണോ അമ്മ കൈമാറി തന്നത്? മോക്ക് എലിക്കുട്ടിയെ കൊള്ളാലോ. മാമൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? എങ്ങോട്ട് കൊണ്ടുപോവാനാ ഉദ്ദേശം? ഏ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഓടിയത് ഇതിനായിരുന്നോ? ആഹാ, വിരുവിരുത്ത കളിയൊക്കെ നിർത്തിയിട്ടിഞ്ഞ് കൊടുക്കി. മതി കളിച്ചത്. ഇവിടെ നില്ല്. ആഹാ, ഓടിക്കളഞ്ഞല്ലേ മോനെ. കുട്ടൂസെ വിടല്ലേടാ. പിടിച്ചോടാ, പിടിച്ചോടാ മോനെ. ഇവിടെ മാമ നോക്കിക്കോളാം. അവൻ കണ്ണക്കടച്ച് കാണിക്കുന്നത് അവൻ്റെ നമ്പരാണ്. അവനെ വിടരുത്. അവൻ കൊണ്ടുപോടും കേട്ടാ. മോനെ, മാറാതെ അങ്ങനെ നില്ലടാ. ഞാൻ അടുത്തോട്ട് വരുന്നുണ്ട്. ഒന്ന് മാറിപ്പോടാ. ഇവിടെ മാമനോ? ഹായ്, നോക്കൂ. ഇന്നലെ തേടി വന്നവരൊക്കെ അറിയാലോ. പുറത്തൊക്കെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. വളരെ ഡേഞ്ചറാണ്. ഇപ്പോഴ് നിങ്ങളെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്, അറിയാലേ. അതുകൊണ്ട് വല്ലതും കഴിച്ചുകൊണ്ട് ഇതാ ഇവിടെ അടങ്ങി ഒതുങ്ങി നമ്മളെ കുട്ടൂസിനെ പോലെ ഇവിടെ ഇരിക്കണം. പറഞ്ഞു കേട്ടല്ലേ? പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, മുഖം തിരിഞ്ഞിരുന്നോ. വരുവന്മാർ. ആഹാ, ഇവിടെ വെച്ചാണോ അമ്മ കൈമാറി തന്നത്? മോക്ക് എലിക്കുട്ടിയെ കൊള്ളാലോ. മാമൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? എങ്ങോട്ട് കൊണ്ടുപോവാനാ ഉദ്ദേശം? അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഓടിയത് ഇതിനായിരുന്നോ? ആഹാ, വിരുവിരുത്ത കളിയൊക്കെ നിർത്തിയിട്ടിഞ്ഞ് കൊടുക്കി. മതി കളിച്ചത്. ഇവിടെ നില്ല്. ആഹാ, ഓടിക്കളഞ്ഞല്ലേ മോനെ. കുട്ടൂസെ വിടല്ലേടാ. പിടിച്ചോടാ, പിടിച്ചോടാ മോനെ. ഇവിടെ മാമ നോക്കിക്കോളാം. അവൻ കണ്ണക്കടച്ച് കാണിക്കുന്നത് അവൻ്റെ നമ്പരാണ്. അവനെ വിടരുത്. അവൻ കൊണ്ടുപോടും കേട്ടാ. മോനെ, മാറാതെ അങ്ങനെ നില്ലടാ. ഞാൻ അടുത്തോട്ട് വരുന്നുണ്ട്. ഒന്ന് മാറിപ്പോടാ. ഇവിടെ മാമനോ? ഹായ് കുഞ്ചുമോളെ. ഇതാ വരുന്ന മാമൻ കേട്ടോ. അവിടെ ഇരുന്നോളേ. അവിടെ ഇരിക്കുമോ? മാമൻ കുറച്ച് തിരക്കിലാണേ. ഇതാ വരുന്നേ. മക്കൾ അവിടെ ഇരുന്നോ. ഇപ്പം വരാം. കള്ള എങ്ങോട്ട് കൊണ്ട് ഓടി? അതോ ഓടുന്ന വീട്ടിനകത്ത് കയറി കേട്ടോ. ഇതാ ഈ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടോ ചെറിയ എലിക്കുഞ്ഞ്. അത് ചത്തുപോയെന്ന് തോന്നുന്നു. ഒരു വിധത്തിൽ പിടി തരുന്നില്ല. ഇതാ കൊണ്ട് ഓടി ഇവിടെ നിന്ന് ഇരിക്കുകയാണ്. എങ്ങനെയും പിടിക്കണം കേട്ടോ. തട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. എടാ പൊന്നു മോനെ, നീ ഇഞ്ഞ് താടാ. നമുക്കത് വേണ്ടടാ. ഇഞ്ഞ് കൊടു. ഇഞ്ഞ് താടാ മക്കളെ. അത് നീ എന്തിനാ കൊണ്ടിട്ട് തട്ടി കളിക്കുന്നത്? പാവമല്ലേ, വിടുക അതിനാ. രാവിലെ അമ്മ കൊണ്ട് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. ഇതാ ഇവിടെ തട്ടിക്കളിച്ച് ഒരു വിധത്തിൽ പിടിയായിരുന്നില്ല. മാമനങ്ങിട്ട് ഓടിക്കാതെ കൊണ്ടുപോടാ ഇവിടെ. നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ അനുഭവങ്ങളുണ്ടോ? നോക്കിയേ, എന്നിട്ട് ഓടിക്കുന്ന രാവിലെ എങ്ങോട്ട് പോയി? അതാ വീണ്ടും പഴയ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ അവൻ. വീട്ടിൻ്റെ 4 പാട് എന്നിട്ട് ഓടിക്കുകയാണ് അവനാ. കുട്ടുസ മോനെ, കണ്ടാടാ. ഇവനാണ് എൻ്റെ ബലം കേട്ടോ. ഇതാ ഇരിക്കുന്ന കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് എന്തായാലും ചത്തിട്ടുണ്ടാവും. ലുട്ടു എവിടെ കൊണ്ടുപോയാലേ കുട്ടൂസാണ് എന്നെ കാണിക്കുന്നത്. അവനാണ് എൻ്റെ ബലം. കടിച്ച് പിടിച്ച് വെച്ചിരിക്കുന്ന നോക്കിയാണ്. കുട്ടൂസിനാണ് ദൂഷിച്ച് നോക്കുന്നത്. പിടി വിട്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാ ഈ സാധനമൊക്കെ പറയ്ക്കാണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ. തറയിൽ ഇട്ടാലും എനിക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. അത് നോക്കിയാണ്. ഒരു രക്ഷയില്ല. ഒരു വിധത്തിൽ കിട്ടൂല. തറയെ വയ്ക്കുന്നില്ല. നോക്കുന്ന കണ്ട എന്നാ രൂക്ഷമായി നോക്കുകയാണ്. ഞാൻ എടുക്കുമെന്നറിയാം. അതാണ് എന്ത് ചെയ്യാമെന്ന് പറയും. ഇതാ കൊണ്ടുപോകുന്ന ദോ വെളി ചാടി. ഇനിയും ഞാൻ റൗണ്ടിട്ട് ഓടിക്കണമല്ലേ. പക്ഷെ എന്നെ ഓടിയിടാ. നീ ഓടിക്ക്. ഇവിടെ വെച്ച് ഞാൻ പിടിക്കുവനാ. എന്നെ കണ്ടിട്ട് ഓടായിരുന്നാൽ എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇനി ഞാൻ ഓടണ്ടായി വരും. അവൻ്റെ തട്ടിപ്പറിക്കാൻ എന്താ ഒരു വഴി? എടുത്തോണ്ട് ഓടുപോയി. തട്ടി കളിച്ചോണ്ടിരിക്കണം. അയ്യോ, കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നു കേട്ടോ. മാമൻ ജയിച്ചടാ ലുട്ടൂ, മാറ. അയ്യോ, പാവത്തിന് ജീവൻ പോയി. നോക്കിയേ, കുറച്ച് ചെറുതായിരുന്നു. എന്തായാലും നമുക്ക് ദൂരോട്ട് മാറ്റാവനാട്ടോ. അമ്മയും മക്കളും വിചാരിച്ചപ്പോഴേ ഒന്നിൻ്റെ ജീവൻ പോയി കിട്ടി ഇന്ന് രാവിലെ. നോക്കിയേ, പാവം കുഞ്ഞല്ലേ. ഇനിയും എന്തെല്ലാം കാണേണ്ടി വരുമോ ആവോ, ഒന്നും അറിയില്ല. പിള്ളേരെല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ കുഞ്ചുമോള് കെട്ടിൻ്റെ പുറത്താണ്. അങ്ങോട്ട് പോകാം. ഇതാ സുന്ദരി പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നു കൊച്ച്. മക്കളെ, ഇനി ഇറങ്ങി വാ. വിളിച്ചാലൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അങ്ങനെ അറിയില്ല. എത്ര ദിവസമായിട്ട് സുന്ദരി കുട്ടി നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ എവിടെയായിരുന്നു? അമ്മ എവിടെ? 5 ദിവസത്തോളം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ കാണാൻ വന്നല്ലോ. അത് തന്നെ വളരെ സന്തോഷമായി മാമന്. ഇറങ്ങി വാ, ചോറൊക്കെ കഴിക്കാല്ലേ. ഇനി ഇറങ്ങി വാ. കുഞ്ചുവിന് പച്ചമീൻ വേണോ? പച്ചമീൻ
കാലക്കെട്ട് വെട്ടിക്കുന്നു. പച്ചമീൻ വേണോ? വേണമെങ്കിൽ വാ. ഞങ്ങളോട് ഇണക്കമില്ലാത്തതുകൊണ്ടേ വിളിച്ചാലും അങ്ങനെ വരില്ല. 4-5 ദിവസമായി കേട്ടോ കണ്ടിട്ട്. നിങ്ങളെല്ലാവരും ചോദിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. മുതലിനെ കണ്ടില്ല എന്ന് പറയരുത്. ഇനി എപ്പോഴും മുങ്ങുമെന്നൊന്നും അറിയില്ല. ഉള്ളത് പറയാലോ, ഒന്ന് സ്നേഹിച്ച് തലോടാൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ തൊടാനൊക്കെ ചെന്നാൽ നല്ല പേടിയും ഓട്ടമൊക്കെയാണ്. ഇതാ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ആള്. എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ. അങ്ങനെ അവിടെ പേടിയില്ലാതിരിക്കട്ടെ അല്ലേ. ഞങ്ങളായിട്ട് ഇണങ്ങിയൊക്കെ വരും ഒരു ദിവസം. അപ്പോഴും നമ്മൾ അട്ടിച്ച് പൊളിക്കും അല്ലടേ. അവിടെ ഇരുന്നോ കേട്ടോ, ധൈര്യമായിട്ടിരുന്നോ. അമ്മ വരുന്നതും കാത്തിരുന്നു കേട്ടോ. ഇതാ ഇവിടെ നോക്കൂ, നമ്മുടെ പിള്ളേർ 3 പേരും ഇതാ ഇവിടെ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ്. കൂടെ ആരാണെന്നറിയോ? നമ്മുടെ വിരുന്നുകാരിയാണ്. വിരുന്നുകാരിയുടെ മുറിവൊക്കെ ഭേദമായി പഴയതുപോലെ അവൾ നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പഴയതുപോലുള്ള ചാടിക്കളിയൊന്നും ഇല്ല. ആ മുറിവിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും നന്നായിട്ട് കരിഞ്ഞു. ആൾ കുറച്ചുകൂടെയൊക്കെ മെലിഞ്ഞിരുന്നതൊക്കെ നന്നായി വരുന്നുണ്ട്. അവൾ നന്നായി വരട്ടെ. അതുപോലെ നമ്മുടെ 3 പിള്ളേരും ഒറ്റക്കെട്ടായി ഇവിടെ നല്ല സമയം പോക്ക് കളിയാണ് അവർ കളിക്കുന്നത്. പിന്നെ വേറെ പറയാൻ, നമ്മുടെ കുഞ്ചുമോള് മാമ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? കുട്ടി ഇറങ്ങി വരുന്നില്ല കേട്ടോ. അമ്മ അവിടെ ആക്കിയിട്ടാണ്ട് പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ പരിസരത്തൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ചോറ് കഴിക്കാനൊക്കെ ഇറങ്ങി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വന്നാൽ നമ്മളവളെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞിനെ ഒന്ന് തൊട്ട് തലോടാൻ ഇതുവരെ ഞങ്ങൾക്ക് അവസരം അവൾ തന്നിട്ടില്ല. അവൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് കൊച്ചു തമ്പുരാട്ടിക്കുട്ടി. എന്തായാലും കിട്ടും. കുറച്ച് ഇണങ്ങി വരാനുണ്ട്. ഇണങ്ങി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ അമ്മ വിളിച്ചോണ്ട് പോയത് അന്ന് രാത്രി. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ആ വിളിച്ചോണ്ട് പോയതിനു ശേഷം പിന്നെ അതാ ഇപ്പോഴൊക്കെയാണ് കാണുന്നത്. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ വല്ലതും കഴിക്കും, അപ്പോഴേ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. ശരിയാ, അല്ലാതെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4-5 ദിവസം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അമ്മേനെയും കാണാനില്ലായിരുന്നു. അത് ഞാനൊരു വീഡിയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ ഇന്നാണ് കാണുന്നത്. 4-5 ദിവസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ കാണാതിരുന്നിട്ടേ. എന്തായാലും കണ്ടു, നിങ്ങളെല്ലാവരും കണ്ടു. ഇതാ നമ്മുടെ മാമി ഇതോ അവിടെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന മാമി കാണുന്നില്ല. പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ടോ? മാമി ഡൗട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അവർക്ക് വീഡിയോ വരാൻ ഒരിത്തിരി എന്താ പറയുക, ഒരു ഇഷ്ടക്കുറവാണ്. അതാണ് വരാത്തത്. വരും വീഡിയോയിലൊക്കെ. വീഡിയോ എടുക്കുകയാണോ എന്നൊരു ഡൗട്ടുണ്ട് മാമിക്ക് കേട്ടോ. മാമി അങ്ങനെ ചെക്ക് ചെയ്ത് എന്നെ നോക്കുകയാണ്. എന്താണ് 3 പേര് ഇങ്ങോട്ട് സൂക്ഷിച്ചൊക്കെ നോക്കുന്നത്? ആഹാ, എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. ഓ, നമ്മുടെ വിരുന്നുകാരി വയ്യാത്ത കവളും വെച്ച് അവൾ എന്ത് കാണിക്കാൻ പോണാ എന്തോ. ഇനി പിള്ളേരുടെ ചാടിയെ കളിച്ചാൽ ചിലപ്പോൾ മുഖത്തൊക്കെ കൈകൊണ്ട് തട്ടുകയാണെങ്കിൽ വിരുന്നുകാരിക്ക് എന്തായാലും ഇരിപ്പതായിരിക്കും. അത് അറിയുന്നതുകൊണ്ട് അവൾ കളിക്കില്ല കേട്ടോ. കളിക്കാനൊക്കെ വളരെ ഇഷ്ടമുണ്ട് പിള്ളേരെ കൂടെ. അങ്ങനെ കളിച്ചാൽ മുറിവിലോ കൈ കയറി തട്ടുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞൊരു പേടിയുണ്ട്. എന്നാലും അവൾ ആ സ്നേഹം കൊണ്ട് കളിക്കാനൊക്കെ അടുത്ത് ചെല്ലും. അവൾ ഒരു പാവം പിടിച്ച ഒരു പെൺകുട്ടിയാണ് കേട്ടോ നമ്മളെ വിരുന്നുകാരി. വളരെ സ്നേഹമാണ് നമ്മുടെ പിള്ളേരുടെ അടുത്ത്. നിങ്ങൾ എത്ര വീഡിയോ കണ്ടിരിക്കണമെന്നറിയോ? ആ കളിക്കാനുള്ള കൊതി കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ മുറിവിൻ്റെ പേടി കാരണം അവൾ കളിക്കാത്തതാണ് കേട്ടോ. ആ മുറിവൊക്കെ ശരിയായി കഴിഞ്ഞാൽ നല്ല കോമഡിയൊക്കെ കാണാം നമുക്ക്. അതാണ്ട് കണ്ടില്ലേ അവൾ ഇങ്ങനെ അടുത്ത് വന്ന് കിടക്കുന്നത്. കാഴ്ചക്കാരിയെ പോലെ പാമ്പിടിച്ച് കിടക്കുന്നുണ്ടോ? ഇതാ ഇവിടെ എന്താണ് ഒരു ബഹളം? ഇതാ നമ്മുടെ കുഞ്ചുമോൾ അടുക്കളയിൽ പോയി ചോറും കഴിച്ചിട്ട് ഓടുന്നു. ഇതാ പോകുന്നു. നോക്കിയേ, നമ്മുടെ പിള്ളേരും കൂടെ ചെല്ലുന്നു. ആ നിൽക്കുന്ന നിപ്പ് കണ്ടോ ചീറി കാണിക്കുന്നത്. അവൾ ഓടി എപ്പോഴും വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ പോയേനാ. അയ്യോ, പിള്ളേരെ കാണിച്ചുകൊണ്ടിരുന്ന് കണ്ടില്ല. എങ്ങനെയോ അടുക്കളയിൽ പോയി ചോറ് കഴിച്ചു കേട്ടോ. സന്തോഷമായി. വല്ലതും കഴിച്ചിട്ടല്ലേ പോകുന്നത്. ഇനി എന്ന് വരുമെന്നൊന്നും അറിയില്ല. ഇതാ നമ്മുടെ പിള്ളേർ നേരത്തെ ഓടുകയാണ് കേട്ടോ മുമ്പോട്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് ഈ വഴിക്കൊക്കെയാണ് പോകുന്നത്. പല വഴിക്കൂടെയും പോവുകയാണല്ലേ പിള്ളേർ. ഏത് വഴിയാണ് ഇവർ താമസമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതാ ഈ വഴിക്ക് അങ്ങ് പോകാമെന്നുള്ള പരിപാടിയായിരിക്കും. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.